വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായ റേഷൻ വ്യാപാരികൾ നടത്തിയ സമരം പിൻവലിച്ചു. ചൊവ്വാഴ്ച മുതൽ സാധാരണ നിലയിൽ റേഷൻ കടകൾ പ്രവർത്തിക്കും. ഭക്ഷ്യമന്ത്രിയുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന കൂട്ടുപലിശ ഒഴിവാക്കി. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിൽ നൽകിയ പരാതിയിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മറുപടി. പാലക്കാട്ടെ പരസ്യവിമർശനങ്ങൾക്ക് പേര് പറയാതെ താക്കീതുമായി കെ സുരേന്ദ്രൻ. ചുരുക്കം ചിലർക്ക് സംഘടനയുടെ അച്ചടക്കം അറിയില്ല. അപ്പുറത്തേക്ക് പോകുന്ന ആർക്കും സ്ഥായിയായ നിലനിൽപ്പില്ലെന്നും സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായ റേഷൻ വ്യാപാരികൾ നടത്തിയ സമരം പിൻവലിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിലുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 5 സംഘടനകളും സമരം പൂർണ്ണമായി പിൻവലിച്ചെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. ചൊവ്വാഴ്ച മുതൽ സാധാരണ നിലയിൽ റേഷൻ കടകൾ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കമ്മീഷൻ വർധന അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. തുടർന്ന് ഉച്ചകഴിഞ്ഞ് മന്ത്രി GR അനിലുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. ഡിസംബർ മാസത്തെ ശമ്പളം ചൊവ്വാഴ്ച തന്നെ നൽകും. ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം 10-നും 15-നും ഇടയിൽ നൽകണമെന്നതായിരുന്നു ഒരു പ്രധാന ആവശ്യം. വേതന പരിഷ്കരണം സംബന്ധിച്ച് റിപ്പോർട്ട് പഠിച്ച് മാർച്ച് മാസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി വ്യാപാരികളെ അറിയിച്ചു. ഞങ്ങളുടെ മുന്നിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധി റേഷൻ വിതരണ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ നിർദ്ദേശിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം എന്താണെന്ന് പരിശോധിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലെ കൺട്രോളറായിട്ടുള്ള സീനിയർ ഉദ്യോഗസ്ഥനെ അവരെ 3 അംഗങ്ങളെ ചുമതലപ്പെടുത്തി അവർ സംഘടനകളുമായും വ്യക്തികളുമായി ആശയവിനിമയം നടത്തി ആ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു നിർദ്ദേശമടങ്ങിയ റിപ്പോർട്ടാണ് നൽകിയത്. അതിൽ 20 നിർദ്ദേശങ്ങളാണ് ഉള്ളത്. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 18 നിർദ്ദേശങ്ങളും നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. ഇത് സാമ്പത്തിക വിഷയം പ്രയാസങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് എടുക്കാത്തത്. അവരുടെ നിർദ്ദേശവും സംഘടനകളുടെ ഡിമാൻഡും ഒരുമിച്ച് വച്ച് ചർച്ച ചെയ്യും. നമുക്ക് ഏത് മാസത്തിനുള്ളിൽ എന്നുള്ള ഒരു വാക്ക് അവർ ഉന്നയിച്ചു. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ മാർച്ച് മാസം തുടങ്ങിയാൽ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന കൂട്ടുപലിശ ഒഴിവാക്കി. കൂടാതെ 180 ചതുരശ്ര മീറ്റർ വരെയുള്ള സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടുകളുടെ 2024-25 വരെയുള്ള വസ്തുനികുതിയുടെ പിഴപ്പലിശ ഒഴിവാക്കിയതായും മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടങ്ങളുടെയും മറ്റും കുടിശ്ശികയ്ക്ക് 18% പിഴപ്പലിശ ഈടാക്കുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ കരുതലും കൈത്താങ്ങും എന്ന താലൂക്ക് തല അദാലത്തിൽ ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ പരാതിയിലാണ് സെക്രട്ടറിയുടെ മറുപടി. ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വസ്തുനികുതിയുടെയും വാടകയുടെയും കുടിശ്ശിക കൂട്ടുപലിശ നിരക്കിൽ ഈടാക്കുന്നത് ഒഴിവാക്കി ക്രമപലിശ മാത്രം ഈടാക്കിയാൽ മതിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ടെന്നും ഷാൻഡി ജോസഫ് തട്ടകത്തിന് നൽകിയ കത്തിൽ പറയുന്നു. പാലക്കാട്ടെ പരസ്യവിമർശനങ്ങൾക്ക് പേര് പറയാതെ താക്കീതുമായി കെ സുരേന്ദ്രൻ. ചുരുക്കം ചിലർക്ക് സംഘടനയുടെ അച്ചടക്കം അറിയില്ല. മാധ്യമങ്ങളുമായിട്ടുള്ള ചിലരുടെ അനാവശ്യ ഇടപെടൽ സഹിച്ചു. അപ്പുറത്തേക്ക് പോകുന്ന ആർക്കും സ്ഥായിയായി നിലനിൽപ്പില്ലെന്നും തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യുവാക്കൾക്കും മഹിളകൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഗണ്യമായി പരിഗണന നൽകിക്കൊണ്ടാണ് BJP ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഞങ്ങൾ ഹിന്ദു പാർട്ടിയല്ല, സെക്യുലർ പാർട്ടിയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട 3 പേർ ജില്ലാ പ്രസിഡന്റുമാരായിട്ടുണ്ട്. നേതൃത്വനിരയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നു. ഞങ്ങൾക്ക് ലോവറേജ് ലിമിറ്റില്ല, അസ്വാരസ്യങ്ങളില്ല. പുതിയ പരിഷ്കാരത്തിൽ സ്ത്രീകൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് അവസരം കൊടുക്കുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. പഴയ കാലഘട്ടമല്ല, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ടാലന്റഡായിട്ടാണ് ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നത്. പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പിൽ ഒരു അസ്വാരസ്യങ്ങളുമില്ല. എല്ലാം വെറും വാർത്ത മാത്രമാണെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാം ചായക്കോപ്പയിലെ കൊടുക്കാറ്റാവുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. BJP പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും. അത് മറികടക്കാൻ ശേഷിയുള്ള, അതിനെ
മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു മെക്കാനിസം ഉള്ള പാർട്ടിയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട 32 മണ്ഡല പ്രസിഡന്റ്, മറ്റ് സമുദായങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളെയും പ്രതികരിക്കുന്നു. ഞാൻ അതിന്റെ ബ്രേക്കപ്പ് നിങ്ങൾക്ക് തരാം. എങ്ങനെയാണ് BJP ഈ പ്രോസസ്സിലേക്ക് എത്തുന്നത്? വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി എല്ലാ ജനവിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അവരിൽ നിന്നുള്ള നല്ല നല്ല ആൾക്കാരെ സെലക്ട് ചെയ്തു ആണ് ഈ മണ്ഡലം കമ്മിറ്റികളുടെ പ്രോസസ് പൂർത്തിയാക്കിയത്. ചെങ്ങാലൂർ കുണ്ടുകടവ് ഭാഗത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പരസ്പരം ആക്രമണം നടത്തിയവരെയും ഓട്ടിസം ബാധിച്ച യുവതിയെ മദ്യലഹരിയിൽ ദേഹോപദ്രവമേൽപ്പിച്ചയാളെയും പോലീസ് പിടികൂടി. ചെങ്ങാലൂർ കുണ്ടുകടവ് മുത്തിപ്പിടിക ഗ്രാക്സ് കുണ്ടുകടവ് ഭാഗത്ത് പോത്ത് ഫാം നടത്തി വന്നിരുന്ന വാടാനപ്പള്ളി ഇത്തിക്കാട്ട് സുനിൽ രാജ്, സഹോദരൻ അനിൽ രാജ്, സുഹൃത്ത് ജിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി DYSP സുമേഷിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് SHO സജീഷ് കുമാർ, SI പ്രദീപ്, സ്പെഷ്യൽ ബ്രാഞ്ച് GSA വിശ്വനാഥൻ, VD അജി, PK സുരേഷ് കുമാർ, ജെറിൻ ജോസ്, നവീൻ കുമാർ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാടവന അത്താണി ആശുപത്രിയിൽ കിടത്തി ചികിത്സയില്ലാത്തത് രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ CR നീലകണ്ഠൻ. ആശുപത്രിയിൽ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പേബസാർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ ആശുപത്രി സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പടിഞ്ഞാറൻ മേഖല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രി സംരക്ഷണ സമിതി കൺവീനർ KV വിനോദ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അഡ്വക്കേറ്റ് സുജ ആന്റണി, സിറാജുദ്ദീൻ ഷാജി, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ EK സോമൻ, VK അബ്ദുൾ മജീദ്, CA റഷീദ്, Dr. M പ്രദീപൻ, VA ശിവരാമൻ, PV സബ്തീൻ, VI അഷറഫ്, ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ക്ലീൻ അന്നമനട പദ്ധതിയുടെ ഭാഗമായി അന്നമനടയിലെ ഗ്രാമീണ പാതയോരങ്ങൾ മാലിന്യ വിമുക്തമാക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാതയോരങ്ങൾ ഡംപ് സൈറ്റുകളൊക്കെ കണ്ടെത്തി അത് മാലിന്യം അത് അവിടെ നിന്ന് നീക്കം ചെയ്ത് അത് മനോഹരമാക്കുന്നതിന് വേണ്ടി പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏറെ കാലമായി ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ നമ്മുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതി വിഭാവനം ചെയ്യുകയും പക്ഷേ വിഭാവനം ചെയ്തപ്പോൾ ഇത് മറ്റ് സംസ്ഥാനത്ത് തന്നെ മറ്റ് പഞ്ചായത്തുകളിലൊന്നും ഇത് നടപ്പാക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ സാങ്കേതികമായ കുറേ നൂലാമാലകൾ അത് എങ്ങനെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെ നിരീക്ഷിക്കും, എങ്ങനെ കൂലി കൊടുക്കും, ഇത് ഏത് പദ്ധതിപ്പെടുത്തും എന്നൊക്കെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആദ്യ ദിനം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അന്നമനട വൺവേ റോഡ് ശുചീകരിച്ചു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ KA ബൈജു, ഷീജ നസീർ, സെക്രട്ടറി ഉഷാദേവി, VO ലേഖ, ഭാജിലാൽ, അനസ് എന്നിവർ സംസാരിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ 3.25 ലക്ഷം രൂപ വകയിരുത്തി തിരഞ്ഞെടുത്ത കുടുംബശ്രീ പ്രവർത്തകരുടെ കൺസോർഷ്യമാണ് ക്ലീൻ അന്നമനട പദ്ധതി നടപ്പാക്കുന്നത്. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പം പൊങ്കാല മഹോത്സവത്തിൽ ആയിരങ്ങൾ പൊങ്കാലയർപ്പിച്ചു. ചലച്ചിത്ര ബാലതാരം ദേവനന്ദ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ക്ഷേത്ര മേൽശാന്തി രഞ്ജിത്ത് നീലകണ്ഠൻ നമ്പൂതിരി ഭണ്ഡ അടുപ്പിലേക്ക് അഗ്നി പകർന്ന് പൊങ്കാല സമർപ്പണത്തിന് തുടക്കം കുറിച്ചു. സിനിമാ നിർമ്മാതാവ് ശശി അയ്യംചിറ, ഖത്തർ ട്രേഡ് കമ്മീഷണർ Dr. KS കൊച്ചുമോൻ, ഗിരിജ അനന്തരാമൻ എന്നിവർ മുഖ്യാതിഥികളായി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. അതിരപ്പള്ളി മേഖലയിലെ വന്യജീവി ആക്രമണം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, മലയോര കർഷകരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിരപ്പള്ളി LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി DFO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. അതിരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ അധ്യക്ഷയായി. ലോക്കൽ സെക്രട്ടറി സതീഷ് കുമാർ, പഞ്ചായത്ത് അംഗം KK റിജേഷ്, EA ജയതിലകൻ, AM ഗോപി, ആന്റണി തോമസ്, KB ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകത്ത് മാതൃകയായി ജനകീയ റോഡ് നിർമ്മാണം. അധികാര കേന്ദ്രങ്ങളെ ആശ്രയിക്കാതെ ഗുണഭോക്താക്കൾ കൈകോർത്ത് മികച്ചൊരു ടയൽ റോഡ് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. മതിലകം പഞ്ചായത്ത് 7ാം വാർഡിലാണ് ജനകീയ കൂട്ടായ്മയിൽ റോഡ് നിർമ്മിച്ചത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫെറി റോഡിനോട് ചേർന്നാണ് റോഡ് ഉണ്ടാക്കിയത്. ഇതോടെ സ്ഥലത്ത് മഴ പെയ്താൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിനും പരിഹാരമായി.
13ഓളം കുടുംബങ്ങൾ ഒത്തുചേർന്ന് 5 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സീനത്ത് ബഷീർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മെമ്പർ KY അസീസ് ഉൾപ്പെടെയുള്ള നാട്ടുകാർ പങ്കെടുത്തു. ഈ റോഡിന്റെ കാര്യത്തിൽ ഏഴാം വാർഡ്, ഇത് എൻ്റെ വാർഡാണ്, ശരിക്കും 7ാം വാർഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വാർഡിലെ എല്ലാ റോഡുകളും, പുതിയ റോഡുകളൊന്നും നിലവിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യുന്നതിൽ ഇനിയില്ല. ഇപ്പോൾ നിലവിൽ പുതിയ റോഡ് പണിയണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരണം. ഇപ്പോൾ നിലവിൽ ചെയ്ത ഒറ്റ റോഡും ഇല്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഈ റോഡ് കുറേ നാളായി നടക്കുന്നത്, 1 വർഷത്തോളമായി ഷിജുവിൻ്റെ കൂടെ നടക്കണ്. ഈ റോഡ് കിട്ടുകയാണെങ്കിൽ ചെയ്ത് തരാമെന്നുണ്ട്. അപ്പോൾ ആള് പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അടുത്തായിട്ട് 2-3-4 ദിവസം അടുപ്പിച്ച് ഞങ്ങൾ ഷിജുവിൻ്റെ വീട്ടിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും, ഇവിടെ അടുത്തുള്ള എല്ലാവരും, അയൽവാസികളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ് നമ്മൾ ഭൂമി രജിസ്റ്റർ ചെയ്ത് തരുന്ന പോലെ തന്നെ നമുക്ക് ഭൂമി രജിസ്റ്റർ ചെയ്ത് തരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത വർഷത്തേക്ക് എനിക്ക് സാമ്പത്തിക വർഷത്തിൽ റോഡൊന്നുമില്ല ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ റോഡ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, സമ്മതിച്ച്. പിന്നെ അതിൻ്റെ നൂലാമാലകൾ, രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ പിന്നെ അവരുടെ മനസ്സ് മാറി. പിന്നെ അവർ സ്വമേധയാ അവർ സ്വന്തം ഫണ്ട് എടുത്ത് ഈ റോഡ് അവർ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ വില്ലിങ്ങായിട്ട് മുന്നോട്ട് വന്ന്. അന്നമനട ഗ്രാമപഞ്ചായത്തും മറ്റത്തൂർ ലേബർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി ഔഷധ സസ്യകൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാവുന്നതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ 4 വർഷം പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് ഈ 4 വർഷം കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും അതോടൊപ്പം തന്നെ ക്ഷേമരംഗത്തും പശ്ചാത്തല വികസന രംഗത്തും അടക്കം തൊഴിലുറപ്പ് മേഖലയിലും കുടുംബശ്രീ രംഗത്തും നമുക്ക് 4 വർഷം കൊണ്ട് നിരവധിയായ മാതൃകാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണസമിതി കൂടി. ഇപ്പോൾ ഈ കഴിഞ്ഞ അവസരങ്ങളിലാണ് ക്ഷേമരംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവന അവാർഡും ജില്ലയിലെ തന്നെ മാതൃകാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന മികച്ച പഞ്ചായത്തുകൾക്കുള്ള കേരള കൗമുദി ദിനപത്രത്തിൻ്റെ ജനരത്ന അവാർഡും ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ജില്ലയിലെ 1ാമത്തെ പഞ്ചായത്ത് അടക്കമുള്ള, അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് 100% ചെലവഴിച്ച ചുരുക്കം ചില പഞ്ചായത്തുകളിലൊന്നും കഴിഞ്ഞ വർഷം ജില്ലയിൽ 2ാം സ്ഥാനവും സംസ്ഥാനത്ത് 12ാം സ്ഥാനം നേടിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. മഞ്ജു സതീശൻ, KA ഇക്ബാൽ, TV സുരേഷ്, KP പ്രശാന്ത്, അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 38ാമത് കുടുംബ സംഗമം നടന്നു. ചെയർമാൻ മാലിക് മനസ്സിൽ ഓർഫണേജിൽ നടന്ന സംഗമം കൊടുങ്ങല്ലൂർ നഗരസഭ 18ാം വാർഡ് കൗൺസിലർ സുവിന്ദ് CS ഉദ്ഘാടനം ചെയ്തു. ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സലിം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. CMMO LPS പ്രധാന അധ്യാപകൻ TS സജിത് മുഖ്യാതിഥിയായിരുന്നു. ദി ലൈറ്റ് ലേഡീസ് വിംഗ് കൺവീനർ ഡോക്ടർ അസ്മ സഫർ അലി ഇസ്മായിൽ സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് EI മുജീബ്, താജുദ്ദീൻ, സ്വലാഹി എന്നിവർ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഖുർആന്റെ പ്രാധാന്യവും പ്രാർത്ഥനയും തുടങ്ങിയ വിഷയത്തിൽ ക്ലാസുകളെടുത്തു. ആധാരമെഴുത്ത് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. OM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. MG പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. MP ശശിധരൻ, PP പ്രകാശ് കുമാർ, തോമസ് വടക്കൻ, ലാല ബോസ്റ്റി, അഷ്കർ TP ബാലൻ, PR ലിഡിയ, MS ഗോപാലകൃഷ്ണൻ, PK ഷാജി, MH സിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായ റേഷൻ വ്യാപാരികൾ നടത്തിയ സമരം പിൻവലിച്ചു. ചൊവ്വാഴ്ച മുതൽ സാധാരണ നിലയിൽ റേഷൻ കടകൾ പ്രവർത്തിക്കും. ഭക്ഷ്യമന്ത്രിയുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന കൂട്ടുപലിശ ഒഴിവാക്കി. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിൽ നൽകിയ പരാതിയിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മറുപടി. പാലക്കാട്ടെ പരസ്യവിമർശനങ്ങൾക്ക് പേര് പറയാതെ താക്കീതുമായി K സുരേന്ദ്രൻ. ചുരുക്കം ചിലർക്ക് സംഘടനയുടെ അച്ചടക്കം അറിയില്ല. അപ്പുറത്തേക്ക് പോകുന്ന ആർക്കും സ്ഥായിയായ നിലനിൽപ്പില്ലെന്നും സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.